ഈശ്വര നിർദ്ദിഷ്ടമാണ് മനസ്സാക്ഷി. 4 പ്രാവശ്യം കള്ളം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സാക്ഷി പിൻവലിയും. 1 പ്രാവശ്യം പറയുമ്പോൾ ഒരു കുറ്റബോധം നൽകും. ആ കുറ്റബോധം നിഴലിക്കുമ്പോൾ നമ്മൾ നടക്കുന്ന വഴിക്കൊക്കെ ഒരു വേദന ഉണ്ടാകും. വേണ്ടിയിരുന്നില്ല, ശരിയല്ല, അവനോട് പോയി മാപ്പ് പറയണം എന്നൊക്കെ തോന്നിക്കും. പക്ഷേ പറയില്ല. വീണ്ടും കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെ ഇതിൻ്റെ കുറ്റബോധം നിഴലിക്കും. അത് മനസ്സാക്ഷിയുടെ വിലയാണ്. ഇപ്പോൾ മനസ്സാക്ഷി ആലോചിക്കാൻ തുടങ്ങി, ഇവനെ തിരുത്തണോ വേണ്ടയോ എന്ന്. രണ്ടാമത്തെ തെറ്റ് വരുമ്പോൾ അല്പം ഭയന്നും വിഷമിച്ചും മനസ്സാക്ഷി ചെറുതായി ഓർമ്മിപ്പിക്കും. പക്ഷേ പഴയ വേദനയില്ല, പഴയ അറപ്പില്ല. എങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷി പതുക്കെ പിൻവലിഞ്ഞു നിന്ന് പറയും. മൂന്നാമത് തെറ്റ് ആവർത്തിക്കുമ്പോൾ മനസ്സാക്ഷി ഒന്നും പറയില്ല. അപകടങ്ങളിൽ പെടുമ്പോൾ പറയും, മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പോഴെങ്കിലും തിരുത്തിയാൽ നന്നായെന്ന്. പക്ഷേ പാപത്തിൻ്റെ ഫലം കൊണ്ട് പനി വരികയില്ല, കാലൊടിയില്ല, പനി വരുത്തുന്നത് വൈറസാണ് എന്നൊക്കെ സ്വയം പറയും. അതോടെ മനസ്സാക്ഷി ആത്യന്തികമായി പിൻവലിയും. നാലാമത്തെ തെറ്റ് മുതൽ അത് ഏഴയലത്ത് കാണില്ല. പിന്നെ മനസ്സാക്ഷി എന്നൊരു സാധനമില്ല. അതോടെ തമ്പുരാനുമായുള്ള കൂട്ടുകെട്ട് പോകും. ആദ്യം മനുഷ്യൻ മനുഷ്യനുമായുള്ള കരാറാണ് പിൻവലിക്കുന്നത്. രണ്ടാമത് മനുഷ്യൻ പ്രകൃതിയോടുള്ള കരാറാണ് പിൻവലിക്കുന്നത്. മൂന്നാമതായി മനുഷ്യൻ ഈശ്വരനോടുള്ള കരാർ പിൻവലിക്കും. അത് പിൻവലിയുന്നതോടുകൂടി അവൻ പുറത്തായി.